നമുക്കൊക്കെ തന്നെ സംശയം തോന്നുന്നു, എങ്ങനെ ഇപ്പോൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവുന്ന എല്ലാ ടെക്നോളജിയും ഇതെങ്ങനെയാണ് ആധുനിക പഠിക്കുന്ന കുറഞ്ഞ കാലം കൊണ്ട് മൂപ്പർക്ക് പഠിക്കാൻ കഴിയാന്ന്. മൂപ്പർക്ക് അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുത്തുള്ള വിശുദ്ധ ഖുർആൻ സത്യമല്ലേ പറയുള്ളൂ, വാല്ല മാതബൽ അസ്മാഉല്ലാഹെന്ന്. പ്രത്യേകിച്ച് ഈ സംവിധാനത്തിൻ്റെ ഒരു ബർക്കത്ത് അതൊക്കെ ഞങ്ങൾ പല ഘട്ടങ്ങളിലും അനുഭവിച്ചറിഞ്ഞതാണ്. ഞങ്ങൾ കുടുങ്ങിയെന്ന് തോന്നുന്നു, അങ്ങനെ ഉണ്ടല്ലോ ചില പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട്. അങ്ങനത്തെ ഘട്ടത്തിൽ മിൻഹൈസുലാ നഹ്തസിബു, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സഹായം ഇങ്ങോട്ട് വരികയാണ്. അള്ളാഹുവിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു തുറസ്സുകൊണ്ട് വരിക. അപ്പം നമ്മളിങ്ങനെ കൺകുളിർക്കും, മനസ്സിലൊരു തണുപ്പ് അനുഭവപ്പെടും. SNEC സമൂഹത്തിനാകമാനം വലിയ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ വേഗത്തിൽ വലിയ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി, അതാണ് അതിൽ ഏറ്റവും വലിയ പോയിന്റ് അല്ലേ. SNEC പഠിച്ചിട്ട് എന്താവണം? റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിനു മുൻപ് ഒരു സ്ഥാപന സംവിധാനത്തിന്റെ മുഴുവൻ സീറ്റുകളിലേക്കും 3000-ഓളം അപേക്ഷകൾ വരിക, അതിൽ നിന്നും 1500-ഓളം കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാതെ പോവുക. ഇതൊരു അത്ഭുതമാണ്. അതെ, SNEC അതിൻ്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 4ാം വർഷത്തിൻ്റെ പഠനാരംഭമാണ് കാണുന്നത്. മുഖദ്ദിമ അതിന് തുടക്കമാവുകയാണ്. എല്ലാ സ്ട്രീമുകളിലുമുള്ള കുട്ടികളുടെ പഠനാരംഭമാണ് കുറിക്കപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കുളം ഖിദ്മത്തുൽ ഇസ്ലാം വുമൻസ് കോളേജിലാണ്. അവിടെ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു സദസ്സിൽ ഈ വർഷത്തെ പഠനാരംഭത്തിനെത്തിയ ധാരാളം കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ആ കുട്ടികൾക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മുഖദ്ദിമക്ക് തുടക്കമാകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ നഹ്മദുഹു ദൗമൻ വനശ്കുറുഹു അലാ ഹിദായതിഹി ലിദ്ദീനി ഇയ്യാനാ وللتفقه فيه أنه نهج. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فيا ربي يسر ولا تعسر رب زدني علما وحلما وفهما وعقلا وحفظا وأدبا كاملا. رب تمم بالخير والسعادة. اللهم ألهمني علما أفقه به أوامرك ونواهيك وارزقني فهما أعلم به كيف أناجيك. اللهم ارزقني فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين. اللهم أكرمني بنور العلم والفهم وأخرجني من ظلمة الجهل والوهم برحمتك يا أرحم الراحمين. اللهم يا مفتح فتح علينا ويا ميسر يسر لنا ويا موفق وفقنا لما تحب وترضى. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഈ തുടക്കത്തിൽ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. 3 വർഷക്കാലത്തെ SNECയുടെ ജൈത്രയാത്രയ്ക്കിടയിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങളും ഈ സ്ട്രീമുകളിൽ പഠിച്ച വിദ്യാർത്ഥികളെ തേടിയെത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കീം എൻട്രൻസ് പരീക്ഷയിൽ ലൈഫ് സ്ട്രീമിലുള്ള 7 പെൺകുട്ടികളും 4 ആൺകുട്ടികളും അതിൽ ഉന്നത മാർക്കോടെ യോഗ്യത നേടി എന്നത് SNECക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു, 4ലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു വലിയൊരു വളർച്ച. ഈ ഒരു വർഷം തന്നെ 1500-നടുത്ത് സ്റ്റുഡൻസ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടതിൻ്റെ ഒക്കെ അപ്പുറത്തേക്കുള്ളൊരു വളർച്ചയാണ്.
ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് പറയാൻ? ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അത് നമ്മുടെ ആരും കഴിവും യോഗ്യതയൊന്നുമല്ല. അത് ദീനി വിഷയത്തിൽ സമൂഹം സമസ്തനെയാണ് അവലംബിക്കുന്നത്. അതിൻ്റെ തെളിവാണിത്. ബാക്കിയുള്ളതൊക്കെ വേറെ വിഷയം. ദീൻ പറയാൻ ഇവിടെ അർഹതപ്പെട്ടത്, അത് പഠിപ്പിക്കാൻ നേതൃത്വം നൽകേണ്ടത് അത് സമസ്തയാണ് എന്ന് സമൂഹം അംഗീകരിച്ച വസ്തുത. സമസ്തനെ തള്ളിയിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ നടത്താൻ സാധ്യമല്ല. അപ്പോൾ സുന്നിയായി പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ച് ഞങ്ങളെ ശരിയായ വഴിയിലൂടെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് സമൂഹം അംഗീകരിച്ചത്. അതുകൊണ്ട് ദീനിയായ വിദ്യാഭ്യാസം, ഇനി ഭൗതിക വിദ്യാഭ്യാസം നൽകുമ്പോൾ തന്നെ ദീനീ ചിട്ടയോടെ വളരുക, ഇതൊക്കെ നമ്മുടെ സംവിധാനത്തിലുണ്ട്. അപ്പോൾ അതിന് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയൊരു സംവിധാനം സമസ്തയാണെന്ന് സമൂഹത്തിനറിയാം. അതൊന്നുകൂടെ തെളിയിച്ച ഒരു രംഗാണിത്. അല്ലാതെ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രൂപത്തിലായിരുന്നു ഈ വർഷത്തെ അഡ്മിഷനും അപേക്ഷകളും. പിന്നീട് ഓരോ സ്ട്രീമുകളിൽ അഡ്മിഷൻ, ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ നാനാ ഭാഗത്തു നിന്നുള്ള കോളുകളൊക്കെ എല്ലാവരും അത്ഭുതപ്പെടുത്തി. അപ്പോൾ അത് അള്ളാഹു സമസ്തക്ക് നൽകിയൊരു കബൂലിയത്തിൻ്റെ, അതിലുള്ളൊരു വിശ്വാസ്യതയുടെ അടയാളം മാത്രമായിട്ടേ നമ്മൾ കാണും. ഈ ഒരു 3 വർഷം ആണല്ലോ നമ്മൾ പിന്നിട്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ വിചാരിച്ചതിനപ്പുറമാണ് ഇപ്പോൾ 56ഓളം സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലവിൽ നമുക്കുണ്ട്. ഈ വർഷം തന്നെ 10-20 സ്ഥാപനങ്ങൾ അഫിലിയേഷനെ അപേക്ഷിച്ചെങ്കിലും 4-5 സ്ഥാപനമാണ് എൻ്റെ ഓർമ്മ അനുസരിച്ച് നമ്മൾ അഫിലിയേഷൻ കൊടുത്തിട്ടുള്ളത്. അത് വളരെ കൃത്യമായി പരിശോധന നടത്തി ബോധ്യപ്പെട്ടത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ചിലത് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ വിശാലമായ സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു സംവിധാനത്തിൻ്റെ ഉള്ള വിശ്വാസ്യത ജനങ്ങളിൽ വളരെ വർദ്ധിച്ചതുകൊണ്ട് 1500 ആളുകൾക്ക് അഡ്മിഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ 2 ഇരട്ടി, അതായത് പിന്നെ ഏകദേശം ഒരു 4000ഓളം അപേക്ഷകളാണ് നമുക്ക് വന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് അപേക്ഷയിൽ നിന്ന് എക്സാമിന് പങ്കെടുത്തു, അതിൽ നിന്ന് എലിജിബിളായി അർഹതപ്പെട്ട കുട്ടികളിൽ നിന്ന് അതെന്നെ മുഴുവെടുത്തോളന്നില്ല. എന്നിട്ടാണ് ഇന്നലത്തെ കണക്ക് ഞാൻ പറഞ്ഞത് 1427. ഇൻഷാ അല്ലാഹ് കൂടുതൽ വികസിപ്പിക്കണം. ഇനിയും വലിയ നമ്മുടെ എഡ്യൂസിറ്റി ഒക്കെ വരുന്നുണ്ടല്ലോ. മാത്രമല്ല ഇന്നലെ ഗവേണിംഗ് കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദുമാർ MT ഉസ്താദൊക്കെ അടക്കമുള്ളവർ പറഞ്ഞു നമുക്ക് ഈ ഏരിയയിൽ തന്നെ കൂടുതൽ സ്ഥാപനം ആവശ്യമുണ്ട്, അതോടുകൂടെ തന്നെ അതിനും കൂടി നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അപര്യാപ്തമാണ്, എന്നാൽ ആപേക്ഷികമായി വലിയ വികാസവുമാണ് എന്നാണ് അതിൽ പറയാനുള്ളത്. സംസ്ഥയുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി SNEC സമൂഹത്തിനാകമാനം വലിയ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ വേഗത്തിൽ വലിയ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീക വിദ്യാഭ്യാസത്തെയും ഔപചാരിക വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് സംസ്ഥ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ വിദ്യാഭ്യാസ പ്രക്രിയ കുറഞ്ഞ വർഷം 50-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ വർഷം തന്നെ 1500-ലധികം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിരിക്കുന്നു. കുറേ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അഡ്മിഷന് വേണ്ടി പുറത്ത് കാത്തിരിക്കുന്നു. നമ്മുടെ നാടിന് മാതൃകയാക്കാൻ കഴിയുന്ന ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയൊരു അത്ഭുതം, ഒരു മാതൃകയായി സമസ്തയുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നു. അവരോടാണ് കൂടുതൽ നന്ദി പറയുന്നതും ഈ ഒരു വളർച്ചയിൽ റബ്ബിനോട് നന്ദി പറയാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ ഒരു സഹായം, പ്രത്യേകിച്ച് ഈ സംവിധാനത്തിൻ്റെ ഒരു ബർക്കത്ത്, അതൊക്കെ ഞങ്ങൾ പല ഘട്ടങ്ങളിലും അനുഭവിച്ചറിഞ്ഞതാണ്. ഞങ്ങൾ കുടുങ്ങിയെന്ന് തോന്നുന്നു, അങ്ങനെ ഉണ്ടല്ലോ ചില പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട്. അങ്ങനത്തെ ഘട്ടത്തിൽ മിൻഹൈസുലാ നഹ്തസിബു, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സഹായം ഇങ്ങോട്ട് വരികയാണ്. അള്ളാഹുവിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു തുറസ് കൊണ്ട് വരികയാണ്. അപ്പം നമ്മളിങ്ങനെ കൺകുളിർക്കും, മനസ്സിലൊരു തണുപ്പ് അനുഭവപ്പെടും. അങ്ങനത്തെ പല ഘട്ടങ്ങളും നമുക്ക് കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പലരും ഇത് പറയുന്നു. അപ്പോൾ നന്ദി പറയാനുള്ളത് ഒന്ന് അള്ളാഹുവിനോടും ഈ നമ്മുടെ ഈ സമസ്തയുടെ നേതാക്കൾ, അവരുടെ പൂർണ്ണമായ പിന്തുണ, അതുപോലെ നമ്മുടെ സമൂഹത്തിലെ സംഘടനാ പ്രവർത്തകർ, അവരുടെ അകമഴിഞ്ഞ സഹായം, ഇതിനെ വളർത്തണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം. പിന്നെ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ടീം, ഉറക്കം ഊണൊന്നും അവർക്ക് പ്രശ്നമില്ല. സ്വന്തം വീട്ടിലെ കാര്യം പോലെ ഊണിലും ഉറക്കിലും ഒക്കെ ഈ ഒരു ചിന്ത തലയിലേറ്റി നടക്കുന്ന ഒരു സമർപ്പിത ബോധമുള്ള സമർപ്പിതരായ ഒരു സമൂഹം, ഒരു ടീമുണ്ട് SNEC അതിൻ്റെ ഓഫീസിൽ. അവരുടെ ആ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ അകമഴിഞ്ഞ സ്വയം മറന്ന ആ പ്രവർത്തനം, അതുകൊണ്ട് അവരോടൊക്കെ നന്ദി പറയാണ് എല്ലാവർക്കും അള്ളാഹു. പിന്നെ നിങ്ങളെപ്പോലെയുള്ള മീഡിയ പലപ്പോഴും സുപ്രഭാതം അതിൻ്റെ പരസ്യത്തിലും മറ്റൊക്കെ പൂർണ്ണമായി നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. സമസ്തയുടെ സംവിധാനമാണല്ലോ, സഹകരിക്കണമല്ലോ. അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് അൽഹംദുലില്ലാ
ഈ ഒരു അവസ്ഥയിലേക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തും. അറിവ് നമുക്കറിയാം, അത് മനുഷ്യ ഉൽപ്പത്തി മുതൽ ഇവിടെ ഉണ്ടായിത്തീർന്ന ഒരു സംഗതിയാണ് അറിവ് എന്നുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദ്യമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു അറിവിനാണ് നൽകിയത്. ആ അറിവ് എന്ന് പറഞ്ഞത് ചില്ലറ അറിവൊന്നല്ല. ഈ ലോകത്ത് ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവണ ഏതെല്ലാം ടെക്നോളജികളുണ്ടോ ഇതൊക്കെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അങ്ങനെയാണ് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും അവരുടെ ആ തബിയത്ത് സാധാരണ മനുഷ്യന്മാരുടെ തബിയത്ത് പോലത്തെ തബിയത്തല്ല. ഓ സിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ എന്ന മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായും നിർവാചനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്തായിരിക്കും അല്ലാഹു അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുള്ളത്. സർവ്വ അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെ. ആദം നബിയെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ്, നൂഹ് നബി അങ്ങനെയാണ്, ഇബ്രാഹിം നബി അങ്ങനെയാണ്, ഈസ നബി അങ്ങനെയാണ്, മൂസ നബി അങ്ങനെയാണ്, റസൂലുള്ളാഹി അങ്ങനെയാണ്. ഈ സർവ്വ അമ്പിയാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിക്ഷേപിക്കപ്പെട്ട ആ തബിയത്ത്, അവർക്കുള്ളതായ ആ ഫിത്രത്ത് വളരെ വ്യത്യസ്തമാവുന്ന, സാധാരണ മനുഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമാവുന്ന ഒരു ഫിത്രത്താണ്. അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ തന്നെ സംശയം തോന്നുന്നു. എങ്ങനെ ഇപ്പോൾ ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവുന്ന എല്ലാ ടെക്നോളജിയും ഇതെങ്ങനെയാണ് ആദം നബിക്ക് ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് മൂപ്പർക്ക് പഠിക്കാൻ കഴിയാന്ന്. മൂപ്പർക്ക് അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുത്തുള്ള വിശുദ്ധ ഖുർആൻ സത്യമല്ലേ പറയുള്ളൂ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്ന്. അപ്പോൾ എന്തോ ആവട്ടെ, അതിൻ്റെ ഒരു വിശദീകരണമൊന്നുമല്ല ഇപ്പം ഞാൻ ചെയ്യണത്. ആ മനുഷ്യ ഉൽപ്പത്തി മുതൽ തന്നെ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കണം ഒന്നാണ് ഇൽമ് എന്നുള്ളത്. അപ്പോൾ ഇൽമ് നമുക്ക് ഒരു കാലത്തും മനുഷ്യൻ്റെ ആ വളർച്ചക്കും ഉയർച്ചക്കൊക്കെ അറിവ് ആവശ്യമാണ്. ഇപ്പം നമ്മുടെ കൂടെ കാസർഗോഡ് ജില്ലയിലെ ഇമാം ഗസാലി കോളേജിലുള്ള ഈ വർഷത്തെ അഡ്മിഷൻ നേടിയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. ബഷീർ മാഷ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾ ഇമാം ഗസാലി കോളേജ് കാസർഗോഡ് അല്ലേ? എല്ലാവരും കാസർഗോഡുകാരാണോ? കാസർഗോഡ് നിന്ന് പുറത്തുള്ള ആരും ഇല്ല? ഇല്ല, എല്ലാവരും പരിസരത്തുള്ളവരെ. കാസർഗോഡ് ജില്ല എല്ലാവരും. കർണാടക ഉണ്ടോ ആരെങ്കിലും? കർണാടക ഉണ്ടോ? ഇല്ല. ഈ കാസർഗോഡിനെ കുറിച്ച് ഒരു 5 കാര്യം പറയോ പെട്ടെന്ന്? പറ്റുമോ ആർക്കെങ്കിലും? കാസർഗോഡ് ഭാഷ വേറെ. ഓക്കെ, അടുത്ത് മാലിക് ദിനാർ, പിന്നെ ബേക്കൽ ഫോർട്ട്, പിന്നെ പള്ളിക്കര ബീച്ച്. അടിപൊളി. അതാണ് അതിൽ ഏറ്റവും വലിയ പോയിന്റ് അല്ലേ? പക്ഷെ നമ്മളെ കുട്ടികൾ ഇപ്പോൾ പുതിയ ബാച്ചിലേക്ക് വരികയാണ്. എന്താണ് ഇവരോട് നമുക്കൊന്ന് പറയാനുള്ളത്? ഇന്ന് നമ്മുടെ മുഖദ്ദിമ പഠന ഉദ്ഘാടനം ഇവിടെ നടന്നു. നമ്മളെ മക്കൾ അവർ അൽഹംദുലില്ലാ കാസർഗോഡ് നിന്ന് അവർ വളരെ നേരത്തെ പുറപ്പെട്ടു. അവരിവിടെ എത്തി, അതിലൊക്കെ പങ്കെടുത്തു. വളരെ സന്തോഷമായില്ലേ? ഇൻഷാ അല്ലാ അവർ നമ്മുടെ കഴിഞ്ഞ 2 വർഷം മുമ്പ് തുടങ്ങിയ ശരിയ പ്ലസ് എന്ന് പറയുന്ന സ്ട്രീമിലാണ് അവർ വന്നിട്ടുള്ളത്. അവർ 7ാം ക്ലാസ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഇൻഷാ അല്ലാ അവർ പുതിയൊരു തുടക്കത്തിലാണ്. അവർക്ക് സകല ഭാവങ്ങളും നേരുന്നു. മാത്രമല്ല നല്ല ഒരു സ്ട്രെങ്ത്ത് സ്ഥാപനത്തിലുണ്ട്. എത്ര പേരുണ്ട് നിങ്ങൾ? 35. നല്ല സ്ട്രെങ്ത്താണ് ഇൻഷാ അല്ലാ അവർക്ക്. ഇൻഷാ അല്ലാ ശരിയ പ്ലസ്സിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സകല ഭാവങ്ങളും നേരുന്നു, ആശംസകൾ നേരുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണേ, നിങ്ങൾ എന്തുകൊണ്ട് SNEC തിരഞ്ഞെടുത്തെന്ന് എന്തെങ്കിലും പറയട്ടെ? ഉമ്മയിപ്പേ പറഞ്ഞോ, അല്ലോ ഉസ്താദുമാർ പറഞ്ഞോ, നിങ്ങൾ സ്വയം ഇതിനെ കേട്ട് വന്നോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാൻ പറ്റും എന്താണ് SNEC എന്നോ? കേട്ട് വന്നു. എവിടുന്ന് കേട്ട്? അപ്പുറത്തെ വീട്ടിൽ ഉസ്താദ് പറഞ്ഞു. പിന്നെ എന്താവണം നിങ്ങൾക്ക് ആഗ്രഹം? SNECയിൽ പഠിച്ചിട്ട് എന്താവണം? ഉസ്താദാവണം. പിന്നെ അറിവ് നേടണം. ഓക്കെ അജിക്ക, എന്താണ് നമ്മൾ പുതിയ കുട്ടികൾ വരികയാണ്, നമ്മൾ അവരെ ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷമാണ് ഇവരെങ്ങനെ കാണുക. അങ്ങനെ ഒരു 1500ഓളം കുട്ടികൾ ഇത്തവണ നമ്മുടെ ബാച്ചിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ വലിയ നേട്ടം തന്നെയാണ് SNEC സംബന്ധിച്ചിടത്തോളം. സമസ്ത നേരിട്ട് നടത്തുന്ന സംവിധാനം എന്ന നിലയിൽ ജനങ്ങൾ മുഴുവൻ സമസ്തയോടൊപ്പം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ സമസ്തയോടൊപ്പം ഉണ്ട് എന്ന് ഇതിൻ്റെ തെളിവാണ്. മറ്റുള്ള പല സ്ഥാപനങ്ങളിലും കുട്ടികളെ കിട്ടാതെ വിഷമിക്കുമ്പോൾ അൽഹംദുലില്ലാ 1500ഓളം കുട്ടികൾ ഇന്ന് ഇവിടുന്ന് പഠനാരംഭം കുറിച്ചിരിക്കുകയാണ്. ഇനിയും കുറേ കുട്ടികൾ വരാനുണ്ട്. ലാറ്റിൻ എഴുതിയ കുട്ടികൾ നാളെ മറ്റന്നാളായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയും. PG വരാനുണ്ട്, വേറെ ഇതൊക്കെ വരാനുണ്ട്. ഇതൊരു വലിയ മഹാസംഭവമല്ലേ? ഇത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അൽഹംദുലില്ലാ നിങ്ങൾ സെലക്ട് ചെയ്തത് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ്.
അൽഹംദുലില്ലാ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങേയറ്റം ഉയരാൻ പറ്റും, ഉസ്താദന്മാരാകാൻ പറ്റും, പണ്ഡിതന്മാരാകാൻ പറ്റും. അതിനുപരി നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റുള്ള ഭൗതിക മേഖലയിൽ പോകണമെങ്കിലോ അതിലും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. പഠിക്കുക മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ്. എങ്ങനെയുണ്ട് ക്യാമ്പസ്? ഈ വർഷം പുതുതായിട്ട് വന്ന ക്യാമ്പസാണ്. എങ്ങനെയൊക്കെയുണ്ട് ആ ക്യാമ്പസ്? എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയുണ്ട് നിങ്ങൾ ഇവരെ വെൽക്കം ചെയ്യുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഈ വർത്തന കാലത്ത് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ വേണം. അതിനുള്ള എജു ലാബ് മറ്റു എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി കുട്ടികൾക്ക് ഒരു പ്രയാസവും കൂടാത്ത രീതിയിൽ പഠിക്കാനും മുന്നോട്ട് പഠനം പകുതിയിൽ നിന്ന് ഒഴിവാകാത്ത രീതിയിലുള്ള കായികം മറ്റു വിനോദം എല്ലാം ഒരുമിച്ച് കൊണ്ടുള്ള ഒരു ക്യാമ്പസാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രകൃതിയോട് അണിഞ്ഞൊരുങ്ങിയ നല്ല വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല പ്രയാസവും കൂടാത്ത രീതിയിൽ പഠിക്കാനും മുന്നോട്ട് പോകാനും പറ്റുന്ന രീതിയിലുള്ള സ്ഥാപനമാണ് ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. വർത്തമാനകാലത്തിന് അനുയോജ്യമായിട്ട് രീതിയിൽ മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദാണ് അതിനൊക്കെ കുറ്റിയടിച്ചിട്ടുള്ളത്. തങ്ങൾ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ സ്ഥാപനം അങ്ങനെ തുടക്കം കുറിക്കുകയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈലി ഉസ്താദാണ് അതിനൊക്കെല്ലാം നേതൃത്വം നൽകുന്ന പ്രിൻസിപ്പളും അതുപോലെ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ. ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും സ്ഥാപനത്തിൻ്റെ പണികൾക്കോ മറ്റൊന്നും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ അതിനവരെന്താക്കി മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോയി നമ്മുടെ കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു പ്രയാസവും കൂടാത്ത രീതിയിൽ പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ? ആരൊക്കെ ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ ആരാ? ഓക്കെ, അപ്പോൾ ഫുട്ബോൾ കളിക്കാനൊക്കെ ഒരു സൗകര്യമൊക്കെ ഉണ്ടല്ലേ? എല്ലാ കളിയും ഉണ്ടല്ലേ? എല്ലാ കളിയും തമാശയും ചിരിയും അടിപൊളിയായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.